വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ന് ഒരു പത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിലടക്കം ഈ ഒരു മരുന്ന് മാറിപ്പോയൊരു വാർത്ത ഇന്ന് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തലച്ചോറിലെ ക്യാൻസറിന് കൊടുക്കേണ്ട മരുന്ന്, അതായത് തലച്ചോറിലെ ക്യാൻസറിന്, ബ്രെയിൻ ക്യാൻസറിന് കൊടുത്ത മരുന്ന് ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്നായിപ്പോയി. ലങ് ക്യാൻസറിനുള്ള മരുന്നാണ് ബ്രെയിൻ ക്യാൻസറിന് കൊടുത്തത്. ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഗുളിക ഇട്ടുവന്ന കുപ്പിയുടെ ആ പാക്കിങ്ങിലാണ് അപകടം സംഭവിച്ചത്. തിരുവനന്തപുരത്ത് RCCയിൽ മാത്രം 2125 കുപ്പി മരുന്നാണ് രോഗികൾക്ക് നൽകിയത്. പാക്കിംഗ് പിഴച്ചു. തലച്ചോറിലെ ക്യാൻസറിന്, ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്ന് കൊടുത്തു. ഗ്ലോബല ഫാർമ കമ്പനി എന്ന കമ്പനിയാണ്. ഒരിടത്ത് കഫ് സിറപ്പ്, ഒരിടത്ത് ഇവിടെ വേറൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മരുന്നൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കുപ്പിയിലെ അഡ്രസ്സ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ഉള്ളിലെ ടാബ്ലറ്റിൻ്റെ പൊതി കൂടി നിങ്ങൾ ഉള്ളിൽ പരിശോധിക്കണം എന്നുള്ളതാണ്. അത് എന്തായാലും വലിയ വിഷയമാണ്. പ്രത്യാഘാതം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ലങ് ക്യാൻസറിൻ്റെ മരുന്ന് ബ്രെയിൻ ക്യാൻസറിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു വലിയ വാർത്ത വരുന്നത്. കമ്പനിക്കാണ് പിഴച്ചത്, RCCക്കല്ല പിഴച്ചത്. കമ്പനി അത് പാക്ക് ചെയ്ത സമയത്ത് മാറിപ്പോയി. നോക്കൂ, ഇതാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പോൾ കഫ് സിറപ്പിൽ ഇപ്പോൾ കമ്പനി ഉടമയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് ബ്രേക്കിംഗ്. കോഴിക്കോട് താമരശ്ശേരി ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുട്ടി മരിച്ചതിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി സൂപ്രണ്ട് K. ഗോപാലകൃഷ്ണൻ. ചികിത്സ നൽകുന്നതിൽ ബോധപൂർവമായ കാലതാമസം ഉണ്ടായിട്ടില്ല. കുട്ടിയുടെ പിതാവ് സനൂപിനെ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടം വേണമെന്ന് ആശുപത്രി അധികൃതരാണ് ഇപ്പോൾ നിർബന്ധം പിടിച്ചതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമുക്ക് ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഈ കുട്ടി ജനറൽ OPയിലാണ് കാണിച്ചത്, അതായത് കാഷ്വാലിറ്റിയിലല്ല കാണിച്ചത്. 10-16 OP ടൈം. OP ടിക്കറ്റ് എടുത്ത ടൈം അവരെ പരിശോധിച്ചു. അടുത്ത് വോമിറ്റിംഗ് ആൻഡ് വോമിറ്റ് സ്റ്റിപ്പ് എന്ന് പറഞ്ഞാൽ ഗുളികയ്ക്ക് കൊടുക്കും. അതിനുശേഷം പിന്നെ ബ്ലഡ് CBC, CRP, പിന്നെ വേറൊരെണ്ണം കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഈ മറ്റേ റിസൾട്ട് ആയിട്ട് കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ OPയിലോ ഡോക്ടറെ കാണിക്കുക. അതാണ്. അപ്പൊ അത് കഴിഞ്ഞ് 1 മണിയായപ്പോഴത്തേക്കാണ് ഇവർക്ക് റിസൾട്ട് എടുത്തത്. അപ്പൊ അവിടെ കാഷ്വാലിറ്റിയിലോ ഡോക്ടറെയോ കാണിച്ചു. അപ്പൊ രണ്ടാമത് ഈ റിസൾട്ട് എടുത്ത് കാണിച്ചപ്പോൾ ഡിഹൈഡ്രേഷൻ ഉണ്ട്. അവർ ആരോട് ഗ്ലൂക്കോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ഗ്ലൂക്കോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കാഷ്വാലിറ്റി ഉണ്ട്. ബാക്കി കേസിലേക്ക് ആളുകൾ പോയി. OPയിൽ കണ്ട ഡോക്ടർ NHM ഡോക്ടറാണ്, അത് MBBS ഡോക്ടറാണ്. അത് കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ ആയിട്ട് ഇവിടെ രണ്ടാമത് കേഷ്വാലിറ്റിയിൽ ഒരു MBBS ഡോക്ടറെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഓർത്തോ ഡോക്ടറാണ്, MS ഓർത്തോ ഉള്ള ഒരു ഡോക്ടറാണ്. രണ്ടാമത് കേഷ്വാലിറ്റി ഡ്യൂട്ടിക്ക് വന്നപ്പോൾ കണ്ടു. അപ്പൊ ഇവർ കണ്ട് ശീശര പോലെ എന്താ റെഫർ ചെയ്തു. ഇതിന്റെ അടുക്ക് മെൻജെൻകഫലൈറ്റിസ് ആണ് എപ്പോ എങ്ങനെ അറിയും? ഇപ്പൊ അമീബിക് മെൻജെൻകഫലൈറ്റിസ് അറിയുന്നത് നമ്മളിവിടെ കണ്ടെത്തിയതിന് ശേഷമല്ലേ. അപ്പൊ അതിൽ എവിടെയാണ് ഞങ്ങളെ സൈഡ് വീഴ്ച പറ്റി? പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് DMOനെ കണ്ടുപിടിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചത്. കാരണം അത് വേണം, കാരണം അത് എന്താണെന്ന് അറിയാം, നമുക്ക് പോസ്റ്റ്മോർട്ടം അറിയണം എന്ന് പറഞ്ഞു. ഫാമിലി ആദ്യം അത് മാറ്റാനുള്ളൊരു ചെറിയ ശ്രമം നടത്തിയപ്പോൾ നമ്മൾ നിർബന്ധിച്ച് DMOനൊക്കെ വിളിപ്പിച്ചതിന് ശേഷമാണ് ഓട്ടോപ്സി മസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മളെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇന്നലെ കുട്ടി മരിച്ചുപോയ വിഷയത്തിൽ കുട്ടിയുടെ അച്ഛൻ പോയിട്ട് ഡോക്ടറെ വിട്ടുക എന്നുള്ളത്. ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ന് KGMOA സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലയിലെ OPകൾ ഡോക്ടർമാർ ഇന്ന് ബഹിഷ്കരിക്കുമെന്നാണ് അറിയുന്നത്. സാനിയോ മനോമി താമരശ്ശേരിയിൽ നിന്നും സിനോയ് തോമസ് ബീച്ച് ആശുപത്രിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. സാനിയോ, നമ്മൾ ഈ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടപ്പോൾ കുടുംബം പറയുന്നത് പോലെയല്ല, വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യസമയത്ത് തന്നെ OPയിൽ പരിശോധന നടത്തി, ഛർദിലിനുള്ള മരുന്ന് തന്നെ കൊടുത്തു ആദ്യം തന്നെ. പക്ഷേ അത് തങ്ങളുടെ കയ്യിൽ നിന്നില്ല. അത് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ്. എന്ത് വിശദീകരണമാണ് ഈ സൂപ്രണ്ട് നൽകുന്നത്? സാനിയോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് സൂപ്രണ്ട് K. ഗോപാലകൃഷ്ണൻ കൃത്യമായൊരു വിശദീകരണം തന്നെയാണ് നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യം കണ്ട ഡോക്ടർ ഛർദിക്ക് മരുന്ന് കൊടുത്തു. കുട്ടി വന്ന് 10:16 കാഷ്വാലിറ്റിയിൽ OP ടിക്കറ്റ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. 1 മണിയോടെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചു. പിന്നീട് ഗ്ലൂക്കോസ് സ്റ്റാർട്ട് ചെയ്തു. കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം MBBS ഡോക്ടർ ആണ് കണ്ടത്. പിന്നീട് കാഷ്വാലിറ്റി MBBS ഡോക്ടറും ഓർത്തോ MDയും കണ്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം അവിടെ നിന്ന് കണ്ടെത്താനാകില്ല. അത് സ്വാഭാവികമാണ്, അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. ഇതിലെവിടെയാണ് വീഴ്ച എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. കൂടാതെ കുഞ്ഞു നഷ്ടപ്പെട്ടതിന്റെ വേദന കുടുംബത്തിന് ഉണ്ടാകും. ചികിത്സയ്ക്ക് ബോധപൂർവമായ ഒരു കാലതാമസവും അവിടെ ഉണ്ടായിട്ടില്ല. തന്നെ സനൂപ് നേരത്തെയും വന്ന് കണ്ടിരുന്നു. ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡെത്ത് സർട്ടിഫിക്കറ്റിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്ത ആശുപത്രിയിലെ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ
ഫോൺ നമ്പർ അടക്കം കൊടുക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടവും റിപ്പോർട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നല്ല, അവരുടെയൊക്കെ ഫോൺ നമ്പർ നൽകിക്കൊണ്ടാണ് സനൂപിനെ തിരിച്ചയച്ചത്. പിന്നീട് സനൂപ് തന്നെ വിളിച്ചിട്ടില്ല. എന്നാൽ എന്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള കാരണമെന്ന് തനിക്ക് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അമീബിക് മസ്തിഷ്ക ജ്വരം ഇല്ലെന്ന് പറയേണ്ടത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നും അദ്ദേഹം പറയുന്നു. പോസ്റ്റ്മോർട്ടം വേണമെന്ന് താൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ചെയ്തത്, ഇല്ലെങ്കിൽ അവർ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ പോകുമായിരുന്നു എന്നുള്ള കാര്യവും ഡോക്ടർ കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഓക്കെ സാനിയു, തുടരണം. ഇന്നിപ്പോ വലിയ പ്രതിഷേധമാണ് KGMOയുടെ. ജില്ലയിൽ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ OP ബഹിഷ്കരിക്കുമെന്നൊക്കെ അറിയുന്നുണ്ട്. സിനോജ്, വെരി ഗുഡ് മോർണിംഗ് സിനോജ്. സംസ്ഥാന വ്യാപകമായി KGMOയുടെ പ്രതിഷേധമുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ അത് കടുക്കുമെന്ന് തോന്നുന്നു. ഇന്നിപ്പോ OP അടക്കം ബഹിഷ്കരിക്കാനാണോ തീരുമാനം കോഴിക്കോട് ജില്ലയിൽ? സിനോജ്. അനുകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കോഴിക്കോട് ജില്ലയിൽ ക്യാഷ്വാലിറ്റികൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിൽ സാധാരണ പോലെ പ്രവർത്തിക്കും. അതായത് കുടുംബാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രി വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ക്യാഷ്വാലിറ്റി വരെ മാത്രമേ പ്രവർത്തിക്കുള്ളൂ കോഴിക്കോട് ജില്ലയിൽ. മറ്റ് ജില്ലകളിൽ രോഗി പരിചരണം സാധാരണ പോലെ നടക്കും. മറ്റ് സേവനങ്ങൾ ഡോക്ടേഴ്സ് നൽകില്ല എന്നാണ് ഡോക്ടേഴ്സിന്റെ സംഘടന അറിയിച്ചത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന ആശുപത്രിയാണിത്. രാവിലെ 8 മണിക്ക് OP ടിക്കറ്റ് കൊടുത്ത് നൽകേണ്ടതാണ്. രാവിലെ ഞങ്ങളിവിടെ വന്ന ഘട്ടത്തിൽ 10-25 ആളുകൾ OP ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കാണുന്ന സ്റ്റിക്കറുകളൊക്കെ തന്നെ ഇവിടെ പതിപ്പിച്ചത്. ഇന്ന് OP ഉണ്ടായിരിക്കില്ല എന്ന സ്റ്റിക്കർ പതിപ്പിച്ചത് ആ സമയത്താണ്. കുറേ രോഗികൾ മടങ്ങിപ്പോയി. ഇപ്പോഴും ചില രോഗികൾ ഡോക്ടേഴ്സിനെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ കാത്തിരിപ്പുണ്ട്. കാരണം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന രോഗികളാണ്. ഈ വാർത്തകൾ അറിയാതെ വന്ന ആളുകളൊക്കെ തന്നെയാണ്. ചേച്ചി ഇത് അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ സമരം എന്നുള്ളത്? ഇല്ല, അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ല. ഉമ്മ അറിഞ്ഞില്ല? അറിഞ്ഞില്ല. ന്യൂസിൽ വയനാട് ജില്ല എന്നാണ് കേട്ടത്. അല്ല, കോഴിക്കോട് കോഴിക്കോട് അറിഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നില്ല അല്ലേ? അറിഞ്ഞില്ല. അനുകുമാർ, ഇതാണ് രോഗികൾ വാർത്ത കൃത്യമായി അറിയാതെ വന്ന ആളുകളാണ്. ഇന്ന് ഡോക്ടേഴ്സിന്റെ പ്രതിഷേധമുണ്ടെന്ന് അറിയാതെ വന്ന രോഗികളാണ് ഇപ്പോഴും OP ടിക്കറ്റ് കിട്ടുമെന്ന് കരുതി ഇവിടെ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള ആശുപത്രികളിൽ കാഷ്വാലിറ്റി ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും ഇന്ന് തടസ്സപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക.